ബന്ധുനിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ രാജിവെച്ചു. മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ പി ജയരാജന്റെ രാജിയിലൂടെ അഴിമതിക്കെതിരായ CPIഎമ്മിന്റെ പ്രഖ്യാപനങ്ങൾ കൂടിയാണ് ആ യുദ്ധത്തിൽ നടത്തപ്പെടുന്നത് എന്നൊരു നിരീക്ഷണം, അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ കണ്ടത്. ഫക്രുദ്ദീൻ അലിയിലേക്ക് തന്നെ പോവുകയാണ്. ഫക്രുദ്ദീൻ, ഒരുപക്ഷെ ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കറിയാം, ദേശീയ തലത്തിലാണെങ്കിൽ പോലും CPIഎമ്മിൻ്റെ നിലപാടുകൾ നയപരമായ വിഷയങ്ങളിലൊക്കെ തന്നെയും പല സംസ്ഥാനങ്ങളിലടക്കം കൈക്കൊണ്ടിട്ടുള്ള നയപരമായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാലമാണിത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായ കേരളത്തിൽ കൂടുതൽ ശക്തി, അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒന്നുകൂടി ശക്തി വർദ്ധിച്ച ഒരു പശ്ചാത്തലത്തിലൊക്കെ ഈ ഒരു നടപടി അത് പാർട്ടിയെ പൊതുവിൽ എങ്ങനെയായിരിക്കും, വരും ദിവസങ്ങളിലായാലും ഒക്കെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് നയപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക? പാർട്ടിക്ക് ഇത് സത്യത്തിൽ ഭയങ്കര ബൂസ്റ്റായിരിക്കും. കാരണം നമ്മളെപ്പോഴും കണ്ടത്, അടുത്ത കാലത്ത് നമ്മളൊരു ശീലം അങ്ങനെയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന് പറയാം, ഭരണപക്ഷത്തിരിക്കുമ്പോൾ വേറൊന്ന് പറയാം, ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന് പറയാം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറൊന്ന് പറയാം. എന്നാൽ അങ്ങനെയല്ല, നിലപാടുകൾ സ്ഥിരത വേണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകത. ആ ഒരു സ്ഥിരത വേണം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർബന്ധ ബുദ്ധി, ആ ഒരു ആദർശാത്മക സമീപനം, അത് പിടിക്കുന്ന മഹത്തായ ഒരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ രാജിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമുക്ക് UDF അറിയാം, UDF ഇപ്പം ബാബു രാജിവെക്കണം എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ സമ്മതിക്കില്ല. കാരണം ഈ അൽക്കുലത്ത് കമ്പനിക്ക് അങ്ങനെ തുടരണം. ഇതൊരു അൽക്കുലത്ത് കമ്പനിയല്ല, ജനങ്ങളുടെ വിശ്വാസ്യതയുടെ പുറത്ത് നിലനിൽക്കുന്ന ധാർമ്മിക മൂല്യങ്ങളും സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ LDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, CPM എല്ലാം തന്നെ നമ്മളൊക്കെ ജനിച്ച് വളർന്ന കാലം തൊട്ടേ ഇവിടെയുണ്ട്. നമ്മളെ സംബന്ധിച്ച് വിപ്ലവം എന്നൊരു ഉപരിയായിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നുള്ള ഫീൽഡ്, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പോലെയുള്ള പുതിയ കാലഘട്ടത്തിന് പാർട്ടി വരണം എന്നൊക്കെയുള്ള ചിന്ത പൊതുവെ കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ അത് പ്രത്യേക സാധനമൊന്നും വരണ്ട. കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൂർവാധിക ശക്തിയോടുകൂടി നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറാൻ പറ്റുമെന്നുള്ള കൃത്യമായൊരു ഡിക്ലറേഷനാണ് CPM LDF ഈ ഒരു തീരുമാനത്തിലൂടെ നൽകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സഖാവ് ഇ പി ജയരാജൻ, അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റി. ആ തെറ്റുകളെ ഓർത്ത് മറ്റുള്ളവരെ പോലെ ഒന്നെങ്കിൽ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അങ്ങ് ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കുക. ഇതല്ല പാർട്ടിയുടെ സമീപനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ലെനിൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യ സഹജമാണ് തെറ്റ് പറ്റിയാൽ അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇ പി ജയരാജൻ പാർട്ടിക്ക് ചെയ്ത സംഭാവനകൾ മഹത്തരമായ സംഭാവനകളാണ്. സഖാവ് പിണറായി വിജയന് നേരെ വന്ന സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് തൃശ്ശൂർ പാർട്ടിയുടെ ചുമതല കൊടുത്ത സമയത്താണ് മറ്റുള്ളവരുടെയും സംഭാവന എന്ന് ഞാൻ തമസ്കരിക്കുകയല്ല. ഇന്ന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തൃശ്ശൂർ പാർട്ടി നേടിയ വൻ വിജയം, ഒരൊറ്റ സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ പാർട്ടി LDF നേടുകയുണ്ടായി. ആ വിജയത്തിലേക്ക് അങ്ങനെ അവിടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും അതുപോലെ എലീറ്റ് ഹിന്ദു കമ്മ്യൂണിറ്റീസിനും വളരെ ശക്തിയുള്ള ആ ഒരു പ്രദേശത്ത് മുന്നണിയെ വളർത്തുന്ന അദ്ദേഹം വഹിച്ച വലിയൊരു പങ്ക്. അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഒരു ദൗത്യം അദ്ദേഹം മോശമാക്കിയിട്ടില്ല. ഇവിടെ അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റി, ആ തിരുത്താൻ അദ്ദേഹം തന്നെ തയ്യാറായി. ഏറ്റവും മഹത്തായ കാര്യമാണ്. മറ്റു പാർട്ടികൾ മാതൃകയാക്കേണ്ടതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇതോടുകൂടി ഇനി ഇവിടെ കേന്ദ്രത്തിൽ അധികാരം വെച്ചുകൊണ്ട് കേരളത്തിൽ CPM-നെ ഒലിപ്പിച്ച് കളയാമെന്ന് ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകില്ല എന്ന് ഇതോടുകൂടി കൂടുതൽ വ്യക്തമായി കഴിഞ്ഞു. ഒരു പക്ഷേ അവിടെയാണ് 17-ാം തീയതി സഭ വീണ്ടും തുടങ്ങുകയാണ്. അവിടെ സ്വാശ്രയ സമരത്തിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന UDF-ന് മുന്നിൽ ഒരു വലിയ ആയുധമായി ഇത് മാറും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. BJP പോലും ഇത് ദേശീയ തലത്തിൽ CPM-നെതിരെയൊക്കെ ഒരു വലിയ രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ ഒരു പക്ഷേ അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. ഇനിയിപ്പോൾ അവർ വരാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ മക്കളും ഒന്നും ജോലി ചെയ്യാൻ പാടില്ല, LDF ആയിരിക്കും അവർ തെരുവ് പോയി തണ്ടണം എന്നുള്ള ഒരു വളരെ വികൃതമായ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് വരും. അതാണ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് നേരത്തെ തന്നെ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുടുംബക്കാരനെന്നുള്ള അയോഗ്യതയൊന്നുമല്ല, യോഗ്യതയുണ്ടെങ്കിൽ അവർ ഡിസേർവിംഗ് ആണെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ അവരെ പരിഗണിക്കാം. ഇപ്പം സഖാവ് പിണറായി വിജയൻ്റെ ഒരു ബന്ധു സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയതിൻ്റെ പ്രശ്നം കേട്ടു. ഞാനത് അന്വേഷിച്ച സമയത്ത് അയാൾക്ക് 14 വർഷത്തെ സർവീസ് ഉണ്ട് ഹൈക്കോടതിയിൽ. അവിടെ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെയാണല്ലോ ബേസിക്കലി അയാൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, 2 പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട്. ഈ 2 കാര്യങ്ങളാണല്ലോ നോക്കുക. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യം ഉണ്ടായതാണ് രവീന്ദ്ര മിനിസ്റ്ററുടെ ഒരു പരിചയക്കാരന് വീണ്ടും ഒരു പക്ഷേ അത് പിന്നീട് അത് ന്യായമാണെന്ന രീതിയിലുള്ള അത് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നമ്മൾ വലിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, കെ മുരളീധരൻ എങ്ങനെ MP ആയി, സുപ്രഭാതത്തിൽ MP ആയിരുന്നു. പത്മജ് എങ്ങനെ KTDC ചെയർപേഴ്സൺ ആയി, സുപ്രഭാതത്തിലാകുകയായിരുന്നു. എന്നാൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ മകൻ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ 50s ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവസരം കൊടുത്തത്. അത് അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടല്ല, സത്യത്തിൽ അദ്ദേഹം മകനായതുകൊണ്ടൊന്ന് ചവിട്ടി പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം EMS നായനാരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ്.
അവിടെ കഴിവാണ് മാനദണ്ഡം, അർപ്പണബോധമാണ്, പാർട്ടിയിലെ അവരുടെ കോൺട്രിബ്യൂഷനാണ് പ്രധാനം. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളായതുകൊണ്ട് അതിൻ്റെ തെണ്ടി അടക്കണമെന്ന് ആരും പറയില്ല. അങ്ങനെ ആരും പറഞ്ഞാൽ ആരും അംഗീകരിക്കാനും പോകുന്നില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളെ എല്ലാം തന്നെ ഭയങ്കര കുടുംബക്കാർ നെഗറ്റീവായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം വളരെ ആസൂത്രിതമായിട്ട് ഇവിടുന്ന് ചില ആളുകൾ നടത്തുന്നുണ്ട്, പ്രതിപക്ഷങ്ങളും പൊതുസമൂഹത്തിലെ ചില ആളുകൾ നടത്തുന്നുണ്ട്. ഇതിൽ എന്ത് കാര്യമുള്ളത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്ന് കോടിയേരിൻ്റെ ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷിനെ പറ്റിയാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ മറ്റാരെക്കാട്ടും കൂടുതൽ ഉമ്മൻചാണ്ടിയുടെ പോലീസിന് ഭീകരമായ മർദ്ദന ഏറ്റുമായി ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിലൊന്നും ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇവരെ പോലെ കാര്യം ഉണ്ടാക്കണം, ഇവിടെ രാഷ്ട്രീയത്തിൽ വരുന്ന കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതുന്ന ആളുകളാണല്ലോ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം അവരെ പോലെ മറ്റുള്ളവർ കാണുന്നത്. അവൻ ഗൾഫ് പോയി അവൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയസമീപനമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവിൻ്റെ അല്ല അനുയായിയുടെ മകനാണെന്ന് വിചാരിച്ചാൽ ആരെ എവിടെയും വേസ്റ്റ് ചെയ്യുന്നില്ല. പോസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായ അതിനുള്ള യോഗ്യത വേണം. രണ്ട് സ്വാഭാവികമായിട്ടും ചില അപ്പോയിൻമെൻറ്റുകൾ വരുമ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് തന്നെ ആയിരിക്കും. അത് പാർട്ടിയായിട്ടുള്ള ബന്ധം നോക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത് സഖാ പിണറായിയുടെ ബന്ധു എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹം അവിടെ ഹൈക്കോടതിയിൽ DYFIയുടെ യൂണിറ്റ് പ്രസിഡൻ്റാണ്. അപ്പം ലീഡർഷിപ്പിലുള്ള ആളാണ്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള ചില എന്താ പറയുക അപ്പോയിൻമെൻറ്റ് ചൂണ്ടിക്കാണിച്ചായിരിക്കും ഇവരിനി ആക്രമിക്കാൻ പോകുന്നത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമല്ലെന്ന് മനസ്സിലായി. സത്യത്തിൽ കാറ്റ് പോയ ബലൂൺ പോലെ ഇവിടുത്തെ പ്രതിപക്ഷം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടത് ആദ്യം മുതൽക്കേ തന്നെ നിരവധി നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ തന്നെയും ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ ഇൻവോൾവ് ആവുന്നു. പല തെളിവുകളും മാധ്യമങ്ങളിൽ കൂടി വരുന്നു. എന്നാൽ പിന്നെ ബാബുവിൻ്റെ വിഷയം എടുത്താൽ തന്നെ അല്ലെങ്കിൽ പോട്ടെ സോളാർ വിഷയം എടുത്താൽ തന്നെയും മുഖ്യമന്ത്രി അനങ്ങാതിരിക്കുന്നു, ആർക്കെതിരെയും ഒരു നടപടി എടുക്കാതിരിക്കുന്നു. മാണിയെ ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി, പിന്നെ അത് കൈവിട്ടു പോട്ടെ. പക്ഷെ പിന്നെ അതിൻ്റെ എല്ലാം ബേസായുള്ളൊരു കാരണം പറഞ്ഞിരുന്നത് ഇതെല്ലാം എത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കായിരിക്കും, അതായത് ഉമ്മൻചാണ്ടിയിലേക്കായിരിക്കും. ഇതിൻ്റെ എല്ലാം ഈ നിയന്ത്രിക്കുന്ന ഇത്തരം അഴിമതികളായാലും അങ്ങനെയുള്ള വിഷയങ്ങൾ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് എന്ന തരത്തിലായിരുന്നു ആരോപണങ്ങൾ. ഒരുപക്ഷെ ആ ഒരു വിഷയവും ഇന്നിപ്പോൾ ജയരാജൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഇവിടെ മുഖ്യമന്ത്രി ഡയറക്റ്റായി നടപടിയെടുത്തിരിക്കുകയാണ്, പാർട്ടി അങ്ങനെ നടപടിയെടുത്തിരിക്കുകയാണ്. അതായത് മറ്റാരും ഇതിൽ ഇൻവോൾവ് അല്ല എന്നൊരു വിഷയം കൂടിയില്ല. അതായത് ഒരാൾ കുറ്റക്കാരനെന്നോ അല്ലെങ്കിൽ കുറ്റക്കാരൻ്റെ സംശയത്തിന് നില നിൽക്കുകയാണ്, ആളെ മാറ്റി നിർത്തുന്നു. അതോടുകൂടി ആ വിഷയം ക്ലിയറായി എന്നൊരു വിഷയം. അത്രയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്ന് വെച്ചാൽ UDFിൻ്റെ പ്രശ്നത്തിൽ ആരും ജനങ്ങളോട് അക്കൗണ്ടബിൾ അല്ല എന്നുള്ള, ഒന്നിനോട് അക്കൗണ്ടബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പാമ്പൻ കേസ് വിധി വന്നപ്പം PC ജോർജിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ജഡ്ജിനെ തന്നെ പാകിസ്ഥാനിലേക്ക് ഓടിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഒന്നിനോട് ജുഡീഷ്യറിയോട് പോലും ഭരണഘടനയോട് പോലും ജനങ്ങളോട് പോലും ഒന്നും അക്കൗണ്ടബിൾ അല്ലെന്ന് ഒരു പരിധി കൂടുതലായപ്പോൾ ജനങ്ങൾ പണി കൊടുത്താണ് നമ്മളിപ്പം കണ്ടത്. സ്വാഭാവികമായിട്ട് LDF ഗവൺമെൻറ് ഉത്തരവാദിത്തം കൂടുതലായിരുന്നു. ഇങ്ങനെ ചെറിയ ആരോപണങ്ങൾ പോലും വരാതെ നോക്കുക, വന്നാൽ ഉടനെ തിരുത്തുക എന്നുള്ളത് അത് വളരെ നന്നായി നിർവഹിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഇന്ന് ജനാധിപത്യം പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്താണെങ്കിലും കടന്നു പോകുന്ന അവസ്ഥയാണ്. അമേരിക്കയിൽ ട്രംപ് വരുന്നു. അവിടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ലെജിസ്ലേച്ചർ, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, ഇവരെല്ലാം തന്നെ എന്താ പറയുക 22 കാരറ്റിൽ ഉപരിയായിട്ടുള്ള ശുദ്ധിയുള്ള ആളുകളാണ്. എന്തും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ്, ജനങ്ങളുടെ ആസ്പിറേഷൻസ് അനുസരിച്ച് പോകാൻ കഴിയുന്നവരാണ്. ഏത് കടുത്ത തീരുമാനം, ഏറ്റവും അടുത്ത വ്യക്തിയാണെങ്കിൽ പോലും ഏറ്റവും കടുത്ത തീരുമാനങ്ങൾ സമൂഹത്തിന് വേണ്ടി എടുക്കാൻ കഴിവുള്ളവരാണ് എന്നുള്ള ഫീൽ ഉണ്ടാക്കണം. അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യോളജിയൊക്കെ പഠിക്കുമ്പോൾ ഒരു ടേമുണ്ട്, ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് വെച്ചാൽ ഈ ലോകം മാറ്റി വാങ്ങിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കോംപ്രമൈസ് ചെയ്ത് അങ്ങ് പോവുകയാണ്. ഇതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ള സോഷ്യോളജിക്കൽ ടേമിൻ്റെ അടിസ്ഥാനം. നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. ഇതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 20 വർഷത്തെ ചരിത്രത്തിൽ നമ്മുടെ ഈ സോ കോൾഡ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിന് അപ്പുറം പോയി ചിലതൊക്കെ ചെയ്യാൻ നമ്മൾക്ക് പറ്റും. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, അതിന് കേപ്പബിൾ ആയ പാർട്ടി നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളൊക്കെ ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ്. വി ക്യാൻ ഡു സംതിങ് ഡിഫറെൻ്റ്. ഫക്രുദ്ദീനിലേക്ക് തിരികെ എത്താം. വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, ബന്ധനിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി EP ജയരാജൻ രാജിവെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഫീൽഡിൽ നിന്ന് തരാൻ കഴിയുന്നത്? സജേഷ്, കേൾക്കാമെന്ന് കരുതുന്നു. 3 മണിക്കൂർ നീണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിയമന വിവാദങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ EP ജയരാജൻ തെറ്റ് തുറന്നു സമ്മതിക്കുകയായിരുന്നു. വ്യവസായ വകുപ്പിൽ അടുത്ത ബന്ധുവിനെ നിയമിച്ചതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് രാജിവെക്കാൻ അനുവദിക്കണമെന്ന് EP ജയരാജൻ തന്നെ തുറന്ന് സെക്രട്ടേറിയറ്റിൽ ആവശ്യപ്പെട്ടു. അക്കാര്യം കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആ അനുമതിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയത്. മറ്റു പാർട്ടികളിൽ നിന്നും മുൻ സർക്കാരുകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടിലേക്ക് EP ജയരാജൻ വന്നു. അതിന് അനുമതി
സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിന്റെ രത്നചുരുക്കം. അതോടൊപ്പം തന്നെ നിയമനങ്ങൾക്ക് ഇനി പുതിയ രീതി വരും. ബോർഡുകളുടെ നിയമനത്തിലും അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷനുകളുടെയും മറ്റു നിയമനത്തിൽ പോലും സുതാര്യമായ രീതി ഉറപ്പിക്കുന്നതിനായി പ്രത്യേക സംവിധാനം കൊണ്ടുവരണമെന്ന നിർദ്ദേശവും സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചു. പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്തുക, പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തുക, ഒപ്പം പൊതുസമൂഹം അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുക, ഈ 3 കാരണങ്ങൾക്ക് ബാധ്യസ്ഥമാണെന്ന് തെളിയിക്കുന്ന തീരുമാനമാണ് 3 മണിക്കൂർ നീണ്ട സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇ പി ജയരാജൻ ഇന്ന് തന്നെ രാജിവെക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകുമെന്നാണ് വിവരം. ഇപ്പോൾ ഇ പി ജയരാജനുള്ളത് ഔദ്യോഗിക വസതിയായ സാനഡുവിലാണ്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലാണ്. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ എത്തിയതിനു ശേഷം കത്ത് കൈമാറുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ടി എൻ പ്രതാപൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, ഇ പി ജയരാജൻ അതിന് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായ പ്രതിച്ഛായ കോട്ടത്തെ അത് മറികടക്കാൻ വേണ്ടിയാണ് രാജി എന്ന് പറയുന്നു. തനിക്ക് തെറ്റുപറ്റി, രാജിവെക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ രാജി വെക്കുകയാണ്. എന്താണ് ഈ ഒരു സാഹചര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ്? ഏതായാലും വളരെ വൈകിയാണെങ്കിലും രാജിവെക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. അദ്ദേഹം അല്പം കൂടെ നേരത്തെ ഈ ആരോപണം വന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ പാർട്ടി സെക്രട്ടറി ദുബായിൽ വിദേശത്തിരുന്നു കൊണ്ട് ഈ സംഭവത്തെ സംബന്ധിച്ച് ഗൗരവമായി പാർട്ടി അന്വേഷിക്കും എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നുവെങ്കിൽ അത് ഗവൺമെന്റിനും കുറെ കൂടി ഗുണകരമാകുമായിരുന്നു. ഏതായാലും വളരെ വൈകിയാണെങ്കിലും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു കേരളത്തിലെ എല്ലാവരും ഒരു പാഠമായി സ്വീകരിക്കപ്പെടട്ടെ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രീ പ്രതാപൻ, ഒരുപക്ഷെ പാർട്ടിയും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ചോദിക്കുകയാണ്, വൈകി എന്ന് പറയാനാകുമോ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിഷയം വരുന്നു, ഇങ്ങനെ ഒരു വിവാദം വരുന്നു, അത് തെറ്റു പറ്റിയെന്ന് ജയരാജൻ സമ്മതിക്കുന്നു. പിന്നെ സ്വാഭാവികമായും 2 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നു. ഒന്ന് നിയമപരമായ വിഷയമുണ്ട്, മറ്റു പാർട്ടിയുടേതായ വിഷയങ്ങളുണ്ട്. ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇത് ചർച്ചയ്ക്ക് വരുന്നു. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം ഈ വിഷയങ്ങളിൽ നിരവധിയായ ചർച്ചകൾ നടത്തുന്നു. ഇതിന്റെ ഒരു കാലതാമസം സ്വാഭാവികമല്ലേ? അല്ല, ഇതിനകത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് പൊതുജീവിതത്തിൽ പ്രത്യേകിച്ചും വലിയ പ്രാധാന്യമുണ്ട്. കാലം വൈകി എടുക്കുന്ന തീരുമാനം പലപ്പോഴും സമ്മർദ്ദങ്ങളുടെ ഭാഗമായി എടുക്കുന്ന തീരുമാനമാണ്. മനസാക്ഷിക്ക് അനുസരിച്ച് എടുക്കുന്ന തീരുമാനമാണ് ടൈമിലി എടുക്കുന്ന തീരുമാനം. ആ കാര്യത്തിൽ മനസാക്ഷിക്ക് അനുസരിച്ച് ടൈമിലി ഒരു തീരുമാനം എടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഇ പി ജയരാജൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം. ഇതിപ്പോ പാർട്ടി സെക്രട്ടേറിയറ്റ് കടുത്ത വിമർശനമുണ്ടായി. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആരും സമ്മതിച്ചില്ല. അതുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു. അപ്പൊ അതിനർത്ഥം എന്താ? പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു ന്യായീകരണം. പക്ഷേ അവിടെയും ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് താങ്കൾ അടക്കം പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടി നിന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നിരവധിയായ മന്ത്രിമാർ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്കിടയിൽ പോലും വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട അവസ്ഥ പോലുമുണ്ട്. അങ്ങനെ കാര്യങ്ങൾ തുടർന്നു പോകാതെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നത് ഒരുപക്ഷെ അവരുടെ നേട്ടമായി കൂടി പറയപ്പെടില്ലേ? അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ആരോപണം പോലെയല്ലല്ലോ ഇത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ഒരാൾ ഞാൻ MLA ആയിട്ടോ മന്ത്രിയായിട്ടോ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടനാപരമായി നിർവഹിക്കപ്പെടുന്ന ഒരു അധികാരമാണ്. ആ അധികാരത്തിന്റെ ലംഘനം എന്ന് പറയുന്നത് ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണഘടനാപരമായി ഞാൻ എന്റെ കൃത്യനിർവഹണം നടത്തും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് പ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഭരണം നിർവഹിക്കപ്പെടുമ്പോൾ സത്യപ്രതിജ്ഞ ലംഘനമായി മാറി. ആ പ്രീതിയുടെ അടിസ്ഥാനത്തിലുള്ള ഭരണ നിർവഹണത്തിന്റെ പ്രതിഫലനമായി ആയിരുന്നു ഇത് ഇപ്പോൾ ഉണ്ടായ ഈ പരാതിയും ആക്ഷേപങ്ങളുമെല്ലാം. മറ്റു വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ തന്നെ സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ദുരുപയോഗപ്പെടുത്തി. എന്തിന് കുഞ്ഞുലെമ്പള്ളിയുടെ വിഷയങ്ങളാണെങ്കിൽ തന്നെയും മന്ത്രിസഭ രേഖകൾ പോലും തിരുത്തപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അയോഗ്യരായ പലരെയും നിയമിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയും പരിഗണിച്ച് നോക്കണ്ടേ? അവിടെയാണ് ഞാൻ ചോദിച്ചത്. വലിയ ഒരു ആക്ഷേപത്തിലൊക്കെ ഇനിയിപ്പോ 17-ാം തീയതി സ്വാഭാവികമായും നിയമസഭ ചേരുമ്പോൾ ഈ വിഷയങ്ങൾ വലിയ തർക്കമാകുമായിരുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷം ഈ വിഷയം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുമായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിഷയം പരിഹരിക്കാനായി എന്നത് ഒരു നേട്ടമല്ലേ? അല്ല, ഏതായാലും കാലതാമസം ഉണ്ടായി എന്നുള്ളത് നിഷേധിക്കരുത്. കാലതാമസം ഉണ്ടായി എന്നുള്ളത് പക്ഷേ സത്യമാണ്. കാരണം മന്ത്രിയെ കുറിച്ച് അതൃപ്തി പ്രകടിപ്പിച്ചു. പാർട്ടി സെക്രട്ടറി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. വിജിലൻസ് ത്വരിത അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ആ സന്ദർഭത്തിലൊന്നും കാണിക്കാതിരുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് കേരള സമൂഹം ഇന്നാണ് വിജിലൻസിന്റെ ഉത്തരവിറങ്ങിയതെന്നാണ്. അല്ല, ഇന്നലെയാണ്.
ഇന്നലെ അവിടെയാണ് പ്രത്യേകത. ഇന്നലെ വിജിലൻസിന് ഉത്തരവിറങ്ങി. മുമ്പ് മന്ത്രിസഭാ യോഗത്തിൽ പോലും വിശദീകരിക്കാൻ മന്ത്രിക്ക് അനുവദിച്ചില്ല. അതിനൊക്കെ കാണിക്കുന്ന എന്താ, മുഖ്യമന്ത്രി അതിർത്തിയല്ലേ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ആ സന്ദർഭത്തിൽ രാജിവെക്കേണ്ടത് ഏതായാലും വൈകിയാണെങ്കിലും രാജിവെച്ചു എന്നതിലുള്ള കാര്യത്തെ പ്രകടിപ്പിക്കുകയാണ്. ദയവായി തുടരുക ശ്രീ ടി എൻ പ്രതാപൻ, ദയവായി തുടരുക. ഒരു പക്ഷേ ശ്രീ ടി എൻ പ്രതാപന്റെ വാക്കുകളിലൂടെ വൈകിയാണെങ്കിലും രാജി. സത്യത്തിൽ ഭയങ്കര കോമഡിയാണ്. നമ്മൾ ഈ പായസത്തിന് മധുരമല്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇപ്പം മാണി സാർ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള തെളിവുണ്ടെങ്കിൽ മാണി സാർ ചവിട്ടി പിടിച്ച് എത്തിരാന്ന് ഒരു കൊല്ലത്തോട് കൂടുതൽ പിടിച്ചു. അതുപോലെ തന്നെ ബാബു രാജി എൻ്റെ രാജി സ്വീകരിക്കുന്നത് ബാബു പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി അത് സ്വീകരിക്കാതിരിക്കുകയും അവസാനം നമുക്ക് മനസ്സിലായി പോകല്ല അച്ഛാ പോകല്ല എന്ന് മറ്റേ ശ്രീനിവാസൻ്റെ സിനിമയിൽ ആ കൊച്ചു പാടുന്ന പോലെ ഉള്ള ഉടായ്പ ഏർപ്പാടെന്ന് മനസ്സിലായി. ഇത് ഒരുപാട് ടൈമൊന്നും എടുത്തില്ല, വിത്തിൻ 2 വീക്സ് തീരുമാനമായി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ജയരാജന് അങ്ങനെ രാജിവെച്ച് തോന്നിയ പോലെ പോകാനുള്ള അവകാശമൊന്നുമില്ല. അത് പാർട്ടിയാണ് അദ്ദേഹത്തെ നിയമിച്ചത്. പാർട്ടിയായിട്ട് ആലോചിക്കണം, പാർട്ടി അന്വേഷിക്കും. അല്ലാതെ ഒരു പ്രശ്നം വന്നു വിചാരിച്ചെന്ന് ചാടിക്കയറിയിട്ട് രാജിവെക്കാൻ പറ്റുമോ? അതിൻ്റെ പാർട്ടി അന്വേഷിക്കുകയും അതിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തുകയും വിജിലൻസിൻ്റെ അന്വേഷണം കൊടുക്കുകയും വിജിലൻസ് അതിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ തയ്യാറാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ട വിഷയമാണ്. തൽക്കാലം മന്ത്രി മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. അല്ലാതെ പണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്തേക്കും പെരുമണ്ണ ദുരന്തം നടന്നു, അന്ന് റെയിൽവേ മന്ത്രി വെറുതെ രാജിവെച്ചു എന്നിട്ടുണ്ട്. ഇവിടെ ട്രെയിൻ പറഞ്ഞ അയാൾ എന്ത് രാജ്യം, എനിക്ക് ഈ പറയുന്നതിൽ ലോജിക്കൊന്നും മനസ്സിലാകാത്ത ഒരാളാണ്. ഈ പെരുമണ്ണ ദുരന്തം നടന്നതിന് അവിടുത്തെ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് മന്ത്രി നേരിട്ടാണ് ട്രെയിൻ ഓടിക്കുന്നത്. അതായത് ട്രെയിനിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ. അതുപോലെ ഇത് വ്യക്തിപരമായിട്ട് നേരിട്ട് ഇടപെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ഈ ഉടായ്പ രാജിവെക്കലല്ലേ, ഈ ഉടായ്പ രാജിവെക്കലാണ് തോന്നിയ സമയത്ത് രാജിവെക്കുന്നത്. ഇത് നമ്മളെ ടി എൻ പ്രതാപൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഡൽഹി പോയിട്ട് രാഹുൽ ഗാന്ധിയായിട്ട് കയ്പമംഗൽ ആവശ്യപ്പെട്ടെന്നോ, എന്നിട്ട് മത്സരിക്കുന്നില്ല തീരുമാനിച്ചെന്നോ, അവസാനം രാഹുൽ ഗാന്ധി നിർബന്ധിച്ചെന്നോ, അവസാനം ഉമ്മൻചാണ്ടി ഇത് പബ്ലിക്കാക്കിയതോട് കൂടിയിട്ട് ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ആ ശീലത്തിൽ നിന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിരിക്കും. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഇതിന് വലിയ പ്രാധാന്യമൊന്നും എനിക്ക് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ നല്ല സത്യസന്ധരായ നേതാക്കന്മാർ ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വഴിയൊക്കെ വിട്ട് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ പ്രായോഗികമായി വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നിലപാടെടുക്കുന്ന പക്ഷേ ഇടതുപക്ഷം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് നന്നായിരിക്കും. എനിക്ക് ആലോചിക്കുന്നതല്ല. ശ്രീ ടി എൻ പ്രതാപൻ, ഒരുപക്ഷെ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ബാർ വിഷയമായാലും നമുക്കറിയാം ഖജനാവിന് പോലും നഷ്ടമുണ്ടാകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. പല മന്ത്രിമാരും വിജിലൻസ് അന്വേഷണം നേരിട്ടിരിക്കുന്ന ഘട്ടത്തിലും അവർ മന്ത്രിമാരായി തുടർന്നിട്ടുള്ള കാഴ്ചയൊക്കെ ഉണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പല ചർച്ചകളിൽ പോലും താങ്കൾ ആ വിഷയത്തിലൊക്കെ പരസ്യമായി പോലും ഇതിനോടൊക്കെ എതിരായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പിൽ പോലും ഇങ്ങനെ ഉള്ളവർ മത്സരിക്കരുത് എന്നൊക്കെ വളരെ സ്റ്റാണായ നിലപാടെടുത്തൊരു വ്യക്തിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൂടിയാണ് ഈ 2 സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെ കൂടി താരതമ്യം ചെയ്യണമെന്ന് പറയുന്നത്. പലപ്പോഴും വളരെ വൈകിയാണ് വിവേകം ഉദിക്കാറ് എന്നുള്ളത് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കമ്പ്യൂട്ടറിനെ എതിർത്തപ്പോഴും ട്രാക്ടറിനെ എതിർത്തപ്പോഴും ഒക്കെ ഞങ്ങൾ കോളേജുകളിൽ നടത്തിയ ഡിബേറ്റുകളുണ്ട്. അന്ന് യൂണിവേഴ്സിറ്റിയിലും കോളേജിലൊക്കെ നടത്തിയ ഡിബേറ്റുകളിൽ ഞങ്ങൾ കമ്പ്യൂട്ടർ വേണമെന്നും ആധുനികവൽക്കരണം വേണമെന്നും പറയുമ്പോഴും ട്രാക്ടർ വേണമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ SFI സ്നേഹിതന്മാർ അതിനെ എതിർത്ത് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല ഡിബേറ്റ് നടക്കാറുണ്ട്. പിന്നീട് അതേ SFI സ്നേഹിതന്മാർ അവരൊക്കെ ഞങ്ങളുടെ ഇപ്പോഴും ആത്മബന്ധുക്കളാണ്. ആ ആത്മബന്ധുക്കൾ പിന്നീട് പറയാറുണ്ട് ഞങ്ങളോട് അന്ന് പാർട്ടി അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, പിന്നെ പാർട്ടികൾ ഇങ്ങനെ പറഞ്ഞു എന്നതുപോലെ ഈ വൈകി വരുന്ന തീരുമാനത്തെ പറയാനുള്ളൂ. ഏതായാലും ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, രാജിവെക്കാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നു, അതിന് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഈ മാതൃക നാളെയും പാലിക്കപ്പെടേണ്ടതാണ്. അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ശരി, വസ്തുതയായി ബോധ്യപ്പെടുമ്പോൾ അത് മറ്റു ഒരു തരത്തിലുള്ള ന്യായീകരണങ്ങൾക്ക് കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ സമയത്തിന് കാത്തു നിൽക്കാതെ അവരവൻ തീരുമാനമെടുക്കുന്നത് പാർട്ടികൾക്കും ഗുണമാണ്, വ്യക്തികൾക്കും ഗുണമാണ്. അതിന് നമുക്ക് സതുദ്ദേശത്തോടു കൂടി ഏതായാലും കാണാം. ഒരുപക്ഷെ ആ ഒരു വിഷയം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിലല്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, അതായത് സർക്കാർ വലിയ പ്രഖ്യാപനങ്ങൾ പറയുന്നു, ഇത്തരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് പുതിയ നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരും സുതാര്യമാക്കാൻ വേണ്ടി, അതിനെ വിജിലൻസിനെ കൂടി ഇടപെടിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ വരുന്നു. ഒരുപക്ഷെ ഈ ഒരു വിഷയം വന്ന ശേഷം ഉടൻ തന്നെ വിജിലൻസിലേക്ക് കാര്യങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ആ വിഷയത്തിലൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വിജിലൻസ് അന്വേഷണം വരുന്നു, പ്രാഥമിക അന്വേഷണം വരുന്നു, അക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇവിടെ ഒരു അഴിമതിക്കെതിരായി അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ നടക്കുന്ന അനധികൃതമായ സംഭവങ്ങൾക്കെതിരെ സർക്കാർ മുന്നോട്ട് പോകുകയാണ് എന്ന ഒരു സൂചന കൂടിയല്ലേ? തീർച്ചയായിട്ടും ഗവൺമെന്റ് അഴിമതിക്കെതിരെ മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണ്. കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അവിടെ പാർട്ടി ബാനറുകളൊന്നുമില്ല, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ തർക്കവിതർക്കങ്ങളൊന്നുമില്ല. കേരളീയ സമൂഹം പൊതുവായി ആഗ്രഹിക്കുന്നത് പൊതുസമൂഹത്തിലെ അഴിമതി ഇല്ലാതാക്കുക. അഴിമതി എന്ന് പണം മേടിക്കുന്നത് മാത്രമല്ല, സ്വജനപക്ഷപാതം അടക്കമുള്ള അഴിമതികൾ ഇല്ലാതാകണമെന്നാണ്
സമൂഹം ആഗ്രഹിക്കുന്നത്. ആ സമൂഹം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഗവൺമെന്റും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പ്രവർത്തനത്തിന്റെ റീസെറ്റ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിനെല്ലാം ഇതൊക്കെ ഒരു പ്രേരണയായി തീരട്ടെ. ആ പ്രേരണയായി തീരുന്നതിനെ നമുക്ക് വളരെ പോസിറ്റീവായി കാണാം ഇതിനെ. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയാണ് ആദ്യം സൂചിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഴുപ്പലക്കലിലേക്ക് പോകാതെ ജയരാജൻ പറയുന്നു തനിക്ക് തെറ്റുപറ്റിയെന്ന്, പാർട്ടിക്കും സർക്കാരിനും പ്രതിച്ഛായക്ക് കോട്ടമുണ്ടാകാതിരിക്കാൻ മാറ്റി നിർത്തുന്നു. ഇങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ച കാലതാമസം, ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് താങ്കൾ പറയില്ല എന്ന് എനിക്കറിയാം, ആ ഒരു കാലതാമസം അത് മാറ്റി നിർത്തിയാലും ഇതൊരു വിഴുപ്പലക്കലിലേക്ക് കാര്യങ്ങൾ പോകാതെ കൈകാര്യം ചെയ്തു എന്നതുകൂടി LDF അല്ലെങ്കിൽ CPIM അത് അവരുടെ ഒരു നേട്ടമായി തന്നെ കണക്കാക്കില്ലേ? അല്ല, അല്പം വൈകിയാണെങ്കിലും വിവേകപൂർവമായി പാർട്ടി സെക്രട്ടേറിയറ്റ് ഇപ്പൊ തീരുമാനമെടുത്ത് രാജിവെക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഞാനതിനെ ഒരു രാഷ്ട്രീയം കൂടി കാണാതെ സ്വാഗതം ചെയ്തത്. ഇത് കേരളീയ സമൂഹം ഇത്തരം സൂചകങ്ങൾ വരുമ്പോൾ ഈ ഇതുപോലെയുള്ള മാതൃകകൾ കേരള സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണെന്നും പറഞ്ഞത് ഒരുപക്ഷെ കോൺഗ്രസിനും UDF-നും ഒക്കെ ഈ ഒരു പ്രതിച്ഛായ ഉണ്ടാകുമായിരുന്നു. താങ്കൾ അടക്കമുള്ള പലരും KPCC മീറ്റിംഗുകളിൽ അടക്കം തർക്കിച്ച കാര്യങ്ങളിൽ പാർട്ടി കുറച്ചെങ്കിലും ചെവിക്കൊണ്ടിരുന്നുവെങ്കിൽ ഇത്തരം പല വിഷയങ്ങൾ വന്നപ്പോൾ അല്ല, ആരോപണ വിധേയമാവുകയും ആ ആരോപണ വിധേയത്തിൽ കടമുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാവുകയും ചെയ്താൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും ഏത് ഭരണാധികാരികളായാലും അത് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെയുള്ള ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ അടക്കമുള്ളവർ പാലിക്കപ്പെടേണ്ട ചില രാഷ്ട്രീയ സദാചാര ബോധമുണ്ട്. ആ രാഷ്ട്രീയ സദാചാരം കേരള സമൂഹം ആഗ്രഹിക്കുന്നതാണ്, പൊതുസമൂഹം ആഗ്രഹിക്കുന്നതാണ്, അവിടെ പാർട്ടികൾക്ക് അതീതമായി ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നത് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ്. ഒരുപക്ഷെ അത് ധാർമ്മികതയുടെ കൂടെ വിഷയമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരും അത് ധാർമ്മികതയുടെ കൂടെ വിഷയമാണ്. ഇത് മറ്റുള്ളവർക്കും, അതിപ്പോൾ UDF ആയാലും LDF ആയാലും ഏതേത് പാർട്ടി ആയാലും അതൊരു മാതൃകയായി തന്നെ സ്വീകരിക്കണം. അങ്ങനെ ഒരു നിലപാട് തന്നെയാണ്. ഇത്തരത്തിൽ ആരോപണ വിധേയമായി ആരോപണം ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ആളുകൾ സ്വാഭാവികമായും അവരുടെ ആരോപണത്തിൽ ഇതിന്റെ നിജസ്ഥിതി 100% നിഷ്കളങ്കമാണെന്ന് ബോധ്യമാകുന്നത് വരെ അധികാര സ്ഥാനങ്ങളിൽ മാറി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ തിരികെ എത്താം ശ്രീ TN പ്രതാപൻ. ഒരുപക്ഷെ നേരത്തെ മുതൽക്കേ തന്നെ ശ്രീ പ്രതാപന്റെ മറ്റ് വിഷയങ്ങൾ, അതായത് അന്ന് കോൺഗ്രസ് നേരിട്ടിരുന്ന UDF നേരിട്ടിരുന്ന വലിയ വിഷയങ്ങളിലൊക്കെ പ്രതാപൻ സ്വീകരിച്ചിരുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഒരു താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF-ലേക്ക് പോരും എന്ന അതിൽ അത്ര വികാരപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും, പക്ഷേ പൊതുവിൽ ഈ UDF നേതാക്കളുടെ എല്ലാ നിലപാട് ഇതാകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതാണല്ലോ അവരിപ്പോൾ ഞെട്ടിയിരിക്കുക. കാരണം അവർ വിചാരിച്ച ഈ പത്രമാധ്യമങ്ങളൊക്കെ ഈ അതുപോലെ തന്നെ LDF-ൽ തന്നെ ചില ഘടകകക്ഷികളൊക്കെ ചില CPM-നെ പറ്റി ഒത്തുതീർപ്പ് അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇനി നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഇതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്നാൽ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിൽ അവരിങ്ങനെ കഴിയുമ്പോഴാണ് ആ കുടം പൊട്ടി പൊടി പുറത്ത് കളഞ്ഞു പോയത്. പിന്നെ ഈ സ്വന്തം പാർട്ടിക്കാരുടെ പാർട്ടിയിലെ ഏറ്റവും പ്രമുഖ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു തെറ്റ് സംഭവിച്ചപ്പോൾ ഇതാണ് നിലപാടെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ ഈ നിലപാടുകൊണ്ട് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന ഒരാൾ, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്ന ഒരാൾ പ്രതാപനാണ്. കാരണം പ്രതാപനൊക്കെ എടുക്കുന്ന നിലപാടുകൾക്ക് കുറച്ചും കൂടി കൂടുതൽ സ്വീകാര്യത കോൺഗ്രസിനുണ്ട്. ഇനിയും മാറാതെ നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ഫീൽ വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും പ്രതാപനെ പോലുള്ള ആളുകൾക്ക് ഗുണകരമായ തീരുമാനം CPM എടുത്താണെങ്കിൽ പോലും നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, കാലാകാലമായി പിണറായി വിജയനെയും മറ്റും വേട്ടയാടാൻ വേണ്ടി ഇവർ കോൺഗ്രസ്സുകാരും BJP-ക്കാരും എല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രമായിരുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചില്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ലല്ലോ. അധികാര സ്ഥാനത്ത് പാർലമെന്ററി ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് അധികാര സ്ഥാനത്ത് നിന്ന് ആരോപണം വന്നു കഴിഞ്ഞാൽ അത് മാറി നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും പാർട്ടിയുടെ നയസമീപനമാണ്. പിണറായി വിജയൻ ലവ്ലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഇവരെ കെട്ടിച്ചമച്ചു. സ്വാഭാവികമായിട്ട് ഇവിടെ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള യാതൊരു പദവിയും വഹിക്കുന്ന ആളായിരുന്നില്ല അന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദർശങ്ങളെല്ലാം വലിയ അയച്ചു. ഇന്നലെ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞിരുന്നു, അങ്ങനെയല്ല, ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഈ നിലപാട് ഞങ്ങൾ അണുയിടെ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ള കൃത്യമായ മെസ്സേജ് കൊടുക്കാൻ പറ്റിയെന്നുള്ളത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വാട്ടർഷെഡ് മൂവ്മെൻറ്റ് തന്നെയാണ് ഇത്. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് വെച്ചാൽ ആരോപണം വന്നു പ്രഥമദൃഷ്ട്യാ പ്രശ്നമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ആ അധികാര സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയായാലും ജനപ്രതിനിധിയായാലും അയാളെ മാറ്റി നിർത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസ്ഥ വരും. ഞാൻ തിരികെ എത്താം. ശ്രീ ആന്റണി രാജു നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിൽ
കൂടുതൽ ഒരുപക്ഷെ LDF-ന്റെ നിലപാടിനെ കൂടുതൽ പ്രശംസിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും താങ്കൾ എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് താങ്കൾ LDF-ലേക്ക് വന്നപ്പോൾ അന്ന് സുപ്രധാനമായ പല ചർച്ചകളിലും താങ്കൾ എടുത്തു പറഞ്ഞൊരു വിഷയമാണ് സർക്കാർ സ്വീകരിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ, ഇപ്പോൾ അഴിമതിയോ സ്വജനപക്ഷപാതമായാലും അത്തരം വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അത് പിണറായി വിജയന്റെ അന്ന് തുടക്കങ്ങളിൽ പിണറായി വിജയന്റെ വാക്കുകളിലായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലായിരുന്നു കാര്യങ്ങളെങ്കിൽ ഇപ്പോൾ അത് പ്രവൃത്തിയിൽ കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ ആന്റണി രാജു, താങ്കളുടെ പ്രതികരണത്തിലേക്ക്. അല്ല, മാതൃകാപരമായ ഒരു തീരുമാനമാണ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ EP ജയരാജൻ കൈക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ മന്ത്രിമാരുടെ പേരിൽ ക്വിക്ക് വെരിഫിക്കേഷനും FIR-ഉം കുറ്റപത്രത്തിന്റെ വക്കോളം വെച്ച് നിൽക്കുന്ന കേസുകൾ ഉണ്ടാകുമ്പോൾ പോലും മന്ത്രിസ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് പാർട്ടിക്കും മുന്നണിക്കും രാഷ്ട്രീയ തലത്തിലാകെ അപമാനകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കന്മാർക്കുമുള്ള ഒരു നല്ല മറുപടി കൂടിയാണ് ഇന്നത്തെ CP ജയരാജന്റെ തീരുമാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രഖ്യാപിതമായ നയങ്ങള്, പ്രഖ്യാപിതമായ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പോകുന്ന പാർട്ടിയാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് അവര് ഉയർത്തിയ ആവശ്യങ്ങളോട് ഇത്തരം സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരെ ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ആ ഘട്ടങ്ങളിൽ ഉയർത്തിയ ആവശ്യങ്ങളോട് നീതി പുലർത്തുന്നതായി ആണ് ഇന്നത്തെ വ്യവസായ മന്ത്രിയുടെ തീരുമാനം. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തീരുമാനത്തോടുകൂടി ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ വിശ്വാസം ആർജിച്ചിരിക്കുന്നു. കൂടുതൽ കരുത്തോടുകൂടി ഈ ഗവൺമെന്റിന് പോകാനുള്ള പ്രചോദനമാണ് ഇന്നത്തെ EP ജയരാജന്റെ തീരുമാനം. യെസ്, ശ്രീ ആന്റണി രാജു, അവിടെയാണ് ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ TN പ്രതാപൻ നമ്മോട് സംസാരിക്കുകയുണ്ടായി. സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോലും കുറച്ചൊക്കെ മാറി ചിന്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് TN പ്രതാപൻ. അദ്ദേഹം ഈ ജയരാജന്റെ നടപടിയെ കുറച്ച് വൈകിപ്പോയെങ്കിലും എന്നൊക്കെ പറഞ്ഞ് അതിനെ മാതൃകാപരം എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ സ്വാഭാവികമായും UDF പൊതുവിൽ പ്രതിരോധത്തിലാവുകയല്ലേ ഇനി അങ്ങോട്ട്? കാരണം ഇവിടെ ഏറ്റവും സുപ്രധാനമായ വിഷയം ഇനി 17-ാം തീയതി സഭ ചേരുമ്പോൾ ഈ ഒരു വിഷയം വലിയ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ കരുതിയിരുന്ന വലിയൊരു പ്ലാനിങ് കൂടിയല്ലേ ഇല്ലാതായിരിക്കുന്നത്? UDF-നെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായി ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കാനുള്ള അവകാശം പോലും UDF-നില്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തെ UDF ഭരണകാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങളോട് അന്നത്തെ മന്ത്രിമാർ, അന്നത്തെ മുന്നണി, അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് വെച്ച് നോക്കുമ്പോൾ ഇന്ന് UDF-ന് ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികതയെ കുറിച്ച് പറയാനുള്ള അവകാശമില്ല. അവർക്ക് ഒന്നും തന്നെ പറയാനില്ല, മറുപടി പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു തീരുമാനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് മുന്നണികളെയും താരതമ്യം ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനങ്ങളോട് അല്ലെങ്കിൽ സമീപനങ്ങളോടാണ് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസവും പ്രതീക്ഷയും ഉള്ളത്. UDF-ന് ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. കാരണം വൈകിപ്പോയെന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം മാസങ്ങളോളം വർഷങ്ങളോളം വെരിഫിക്കേഷൻ FIR കഴിഞ്ഞിട്ടും രാജി പോയിട്ട് അതേക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ രാജിവെക്കേണ്ട കാര്യമില്ല. കുറ്റവാളിയാകുന്നത് കുറ്റപത്രം നൽകുമ്പോൾ പോലും കുറ്റവാളിയാകുന്നില്ല, മറിച്ച് കോടതി ശിക്ഷിക്കുമ്പോൾ മാത്രമേ രാജിവെക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ള നയം സ്വീകരിച്ച UDF-നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരാവശ്യം ഉന്നയിക്കാൻ പോലുമുള്ള ധാർമ്മികമായ അവകാശം അവർക്കില്ലാത്ത സ്ഥിതിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തീരുമാനം, മന്ത്രിയുടെ തീരുമാനം തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ യശസ് വളരെയേറെ ഉയർത്തിയിരിക്കുകയാണ്. യെസ്, വളരെ നന്ദി ശ്രീ ആന്റണി രാജു അവസരത്തിനോട് പ്രതികരിച്ചതിന്. ഫക്രുദ്ദീൻ, അവിടെയാണ് ഒരു വിഷയം. ഇനി ഇത്ര വലിയ ഗൗരവതരമായി ഈ വിഷയങ്ങൾ കൊണ്ടുപോകാമെന്നൊക്കെയുള്ള UDF-ന്റെ പ്ലാൻ പൊളിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിലെ നിയമനങ്ങളെല്ലാം വിജിലൻസിൻ്റെ പരിഗണനയിലേക്ക് വരികയാണ്. സ്വാഭാവികമായും നമുക്കറിയാം കുഞ്ഞില്ലമ്പള്ളിയുടേതടക്കം ഉള്ള കാര്യങ്ങൾ. ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ കൂടുതൽ വെട്ടിലായിരിക്കുന്നത് UDF അല്ലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ? തീർച്ചയായും സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൃത്യമായ ഒരു മാതൃക LDF കാണിക്കുമ്പോൾ LDF ഈ വിഷയം ബന്ധപ്പെട്ട് എടുക്കുന്ന നടപടികളെ അത് വെറും രാഷ്ട്രീയമായ ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പ്രതിപക്ഷത്തിന് പറ്റില്ല. അങ്ങനെ പ്രതിപക്ഷം തള്ളിക്കളഞ്ഞാലും ജനങ്ങൾ അത് വിശ്വസിക്കില്ല. ജനങ്ങൾ ആവശ്യപ്പെടുക LDF അന്വേഷിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വിജിലൻസ് കമ്മീഷണർ ഭയങ്കര ക്രെഡിബിലിറ്റി ഉള്ള ജനങ്ങളുടെ വലിയ ആക്സെപ്റ്റൻസ് ഉള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം അന്വേഷിക്കട്ടെ എന്ന് പറയും. അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്കിപ്പം KPCC അവസാനം കൂടേണ്ട ജയിലിലായി പോകുമോ, അല്ലെ പഴയ ക്യാബിനറ്റ് കൂടേണ്ട ജയിലിലായി പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. കാരണം എല്ലാവരുടെ മേലും അതിശക്തമായ ആരോപണങ്ങളുണ്ട്.
ഇപ്പോൾ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒരുവിധ എല്ലാ പ്രധാനപ്പെട്ട തസ്തികകളും സ്വന്തക്കാരാണ് കോൺഗ്രസ് വെച്ചിരിക്കുന്നത് പല സ്ഥാപനങ്ങളിലും. അപ്പോൾ ഇതൊക്കെ ഇനി അന്വേഷണത്തിന് വിധേയമാകാൻ പോവുകയാണ്. സത്യത്തിൽ സഖാവ് ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു വളരെ ധീരമായ സമീപനം കേരള രാഷ്ട്രീയത്തിൽ ശുദ്ധികലശത്തിന് തുടക്കം കുറിക്കുകയാണ്. കാരണം ഇടതുപക്ഷ CPM മന്ത്രിമാർ അഴിമതി കാണിച്ചിട്ടില്ല ഇതുവരെ. ചെറിയ തെറ്റ് വളരെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ചെറിയ തെറ്റ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായി ഇപ്പോഴാണ് കൃത്യമായി തിരുത്തി. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ പറ്റുക? ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഈ ഒരു മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്തൊക്കെ ഒരു സ്റ്റാൻഡും ഇല്ല. ഞാനൊക്കെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാമായിരുന്നു ശക്തമായ നടപടി വരും. പക്ഷേ രാജി എന്നുള്ളത് രാജി തൊട്ടുള്ള ശക്തമായ നടപടി ഉദ്ദേശിച്ചു. പക്ഷേ രാജി എന്നുള്ള എൻ്റെ പോലും കണ്ണ് എളുപ്പി. കാരണം നമ്മൾ പോയി ഇതൊക്കെ പറയുമ്പോഴും ഒരു പക്ഷേ ഉണ്ടാവില്ല എന്നുള്ള ചെറിയ ഭയം ഉണ്ടായി. എങ്കിലും പോയി പാർട്ടി വിശ്വാസം ഉണ്ടായിരുന്നു. ആ രീതിയിൽ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു നടപടി വന്ന സ്ഥിതിക്ക് ഈ ഒരു മാതൃക പിന്തുടരാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇത് പിന്തുടർന്നിട്ടില്ലെങ്കിൽ കേരളത്തിൽ പിന്തുടരാത്ത രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവുകയില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. എല്ലാവർക്കും ഗുണം കിട്ടുമല്ലോ. അംഗവും കണ്ട് താളിയും ഓടിച്ചു എന്ന് പറയുന്ന പോലെ താളി ഓടിക്കാൻ പോകുന്നത് കോൺഗ്രസ്സിൽ നമ്മുടെ ഇദ്ദേഹത്തെ പോലെയുള്ള VD സതീശനെ പോലെയുള്ള പ്രതാപനെ പോലെയുള്ള ആളുകളാണ്. കേരള രാഷ്ട്രീയത്തിൽ ശുദ്ധികലശത്താണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ആം ആദ്മി പാർട്ടിക്കൊക്കെ വേണ്ടി പറയുന്ന ആളുകൾ പോലും ഇനി റിയലൈസ് ചെയ്യാൻ പോവാണ്. ഇവിടെ ആം ആദ്മി പാർട്ടി ഒന്നും ആവശ്യമില്ല. കാരണം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഇന്ന് ചെയ്ത കാര്യം 50 വർഷം മുമ്പ് ഇവിടെ ചെയ്ത ആളുകളാണ് CPM. ഇനി നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഇന്ന് ചെയ്ത് തുടങ്ങിയ പാർട്ടിയുമാണ് CPM. പിന്നെ ഇതിനെവിടെ ആം ആദ്മി പാർട്ടി പോലുള്ള സംഭവങ്ങളൊക്കെ